നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ മോഷൻ സെൻസറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് കള്ളനെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ചെറിയൊരു മൊഡ്യൂൾ, ഇതാണ് സംഭവം, ഇതുകൊണ്ടോ ഇത് വെച്ചിട്ട് നമ്മളൊരു ചെറിയ മൊഡ്യൂൾ വെച്ചിട്ട് ഉള്ളൊരു സംഭവം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ നമ്മളോട് വന്ന് ചോദിച്ചൊരു കാര്യം, ആ റഡാറിൻ്റെയും കൂടി ഒന്ന് ചെയ്തു തരാമെന്ന്. അന്ന് ഞാൻ ആ മൊഡ്യൂൾ നിങ്ങളെ കാണിക്കുകയും ചെയ്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ആ റഡാറിൻ്റെ ആ വീഡിയോ, അതായത് അത് വെച്ചിട്ട് നമ്മളിതുണ്ട് സംഭവം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടല്ല. ഇത് ഞാൻ നിങ്ങളെ ഇന്ന് വർക്ക് ചെയ്യിപ്പിച്ചതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതിനകത്തുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇതുമായിട്ട് മറ്റേ റഡാർ, അതായത് ഇതിനുള്ളൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത, വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഹീറ്റ് ഉണ്ടല്ലോ, ആ ഹീറ്റിനെ സെൻസ് ചെയ്തുകൊണ്ടാണ് ഈ മോഷൻ സെൻസർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ റഡാർ എന്ന് പറയുന്ന സംഭവം വളരെ വ്യത്യസ്തമായിട്ടാണ്. അതായത് ഇതിൽ നിന്ന് എപ്പോഴും ഒരു സിഗ്നൽ, ഇതുണ്ട് ഇതിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ചെറിയൊരു ബോർഡ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് എപ്പോഴും ഒരു സിഗ്നൽ പാസ് ചെയ്തുകൊണ്ടിരിക്കും പുറത്തേക്ക്. ആ സിഗ്നൽ പാസ് ചെയ്യുന്നത് അത് എവിടെയെങ്കിലും ചെന്ന് അടിച്ചതിന് ശേഷം അത് റിട്ടേൺ ഇത് പിടിച്ചെടുത്തോണ്ടിരിക്കും എപ്പോഴും. അത് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ മറ്റേതാകുമ്പോൾ നമുക്ക് ഇൻഫ്രാറെഡ് നമ്മുടെ ശരീരത്തിൽ നിന്നും ആ സെൻസറിലേക്ക് ഒന്ന് അടിക്കുന്ന സമയത്ത് മാത്രം അത് സെൻസ് ചെയ്തിട്ട് അതിൻ്റെ മൂവിങ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ, ആ കള്ളനെ പിടിക്കാമെന്ന് പറഞ്ഞുള്ള ആ വീഡിയോ, ഇതിൻ്റെ അവസാനം അത് ഞാൻ സ്ക്രീനിൽ ഞാനത് വെക്കാം. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സംഭവം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി നമ്മൾ ഇങ്ങനെ വെറുതെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വിടുവാണ്. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ അതിലടിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ആ ഫ്രീക്വൻസിയിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പോൾ ഒരു മൂവിങ് ആയിട്ടുള്ള വസ്തു, ഇപ്പോൾ ഒരു പ്ലെയിനാണെന്ന് വെച്ചു, ഈ പ്ലെയിൻ അങ്ങോട്ട് നമ്മുടെ അടുത്തുനിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതേ തട്ടിന് ശേഷം നമുക്ക് തിരിച്ചു വരുന്ന ഫ്രീക്വൻസി കുറഞ്ഞായിരിക്കും വരിക, നമ്മൾ അങ്ങോട്ട് വിട്ടതിനെ കഴിഞ്ഞും. അതേ പക്ഷേ ആ പ്ലെയിൻ നമ്മുടെ നേരെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേന്ന് നമുക്ക് ഇവിടുന്ന് വിടുമ്പോൾ നമുക്ക് തിരിച്ചതേന്ന് റിട്ടേൺ കിട്ടുന്ന ഫ്രീക്വൻസി നമ്മൾ കൊടുത്തതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ കൂടുതൽ ഫ്രീക്വൻസി ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രതിഭാസം, അതിന് ഡോപ്ലർ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ഈ പോലീസുകാരൊക്കെ നിങ്ങൾ പോകുന്ന വാഹനങ്ങളുടെ സ്പീഡ് അളക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ വഴിയിൽ ഒരു ചെറിയ കുറ്റിയും കുഴലൊക്കെ പോലെ സംവിധാനമൊക്കെ വെച്ചിട്ട് അവർ വണ്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് അവർ കിടക്കും. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾ എത്ര സ്പീഡിലാണ് വണ്ടി വന്നുള്ളത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ വന്നിട്ട് പിടിച്ചു, അത് ഇങ്ങനെ സ്പീഡ് ലിമിറ്റ് കവർ ചെയ്തൊന്നും കൊണ്ട് നമുക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അത്ര സ്പീഡിലൊന്നല്ല ഓടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് ഞാൻ ഉറപ്പായിട്ടും പറയാം, ഈ സംഭവം കറക്റ്റായിട്ടുള്ള ഈ മെഷീനകത്ത് അളന്ന് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. ഒരു ശകലം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്പീഡിനകത്ത് വ്യത്യാസം വരുന്നില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആ അളവായിരിക്കും കിട്ടുന്നത് ഈ ഓടുന്ന വണ്ടിയുടെ. അതിപ്പം വണ്ടിയുടെ ഓടുന്ന വണ്ടിയുടെ പുറകിൽ നിന്ന് നമ്മൾ ഈ മെഷീൻ വെച്ച് അളന്ന് നോക്കിയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് അളന്ന് നോക്കിയാലും ഇത് രണ്ടും എങ്ങനെ നോക്കിയാലും അത് കറക്റ്റായിരിക്കും അതിൻ്റെ സ്പീഡ് കാണിക്കുന്നത്. അപ്പോൾ ഈ സെയിം സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസുകാർ ആ ഒരു സംഭവം സ്പീഡ് അളക്കുന്നത്. അപ്പോൾ അതിനകത്ത് തെറ്റൊന്നും വരത്തില്ല, കറക്റ്റാണ്. ഈ സാധനത്തിൽ കൃത്യമായിട്ടുള്ള ആ ഒരു അളവ് തന്നെയായിരിക്കും കറക്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡോപ്ലർ എഫക്റ്റ് എന്നാണ് ഇതിന് ശരിക്കും പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് വലിയ മിലിറ്ററിയുടെയൊക്കെ വലിയ റഡാറുകളുണ്ടല്ലോ, അതെല്ലാം വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ചലനങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ ഒരു ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 3.18 ജിഗാഹെർട്സിൻ്റെയാണ്, മെഗാഹെർട്സ് അല്ല കേട്ടോ, ജിഗാഹെർട്സ് ആണ്. അപ്പോൾ ഈ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെറിയ ആൻറ്റിന മതി. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ സി ബാൻഡ്, അതായത് നമ്മൾ ഈ VHF എന്നൊക്കെ പറയും, നമ്മുടെ പഴയ കാലത്തുള്ള ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഡൈപോൾ വെച്ചിട്ടുള്ള ആൻറ്റിന ഉണ്ടല്ലോ, അത് നമ്മൾ വന്നിട്ട് VHF, പിന്നെ UHF, അത് കഴിഞ്ഞാൽ പിന്നെ L ബാൻഡ്, S ബാൻഡ്, C ബാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ വലിയ ഡിഷ് ആൻറ്റിന ഉണ്ടല്ലോ, പഴയ കാലത്തെ അലൂമിനിയത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള വലിയ ഡിഷ്, ആ ഡിഷ് വരുന്നത് C ബാൻഡ് ആണ് അതിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന X ബാൻഡുണ്ട്, പിന്നെ KU ബാൻഡുണ്ട്, പിന്നെ K ബാൻഡുണ്ട്. അപ്പോൾ ഈ KU ബാൻഡാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിഷ് ആൻറ്റിനകൾ. അതായത് കൊച്ചു പരാബോളിക്കായിട്ടിരിക്കുന്ന ചെറിയ കൊച്ചു ഡിഷുകളുണ്ട്, അതെല്ലാം KU ബാൻഡ് ഡിഷ് ആൻറ്റിനകളാണ്. അപ്പം അന്നേരം ഫ്രീക്വൻസി കൂടുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വലിപ്പം മതി എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രത്യേകത. പക്ഷേ പവറും കാര്യങ്ങളും എല്ലാം അന്നേരം കുറഞ്ഞു പോകും ഈ ഫ്രീക്വൻസി കൂടി കഴിയുമ്പോൾ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയതായിട്ടുള്ള റഡാർ ഉപയോഗിക്കുന്ന റഷ്യയാണ് ശരിക്കും. റഡാറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 5000 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഡൽഹിക്കൊക്കെ അപ്പുറത്തേക്ക് ഉള്ള റേഞ്ചിലും ഇവനിങ്ങനെ കൃത്യമായിട്ടും പിടിക്കും. അത് ഡയറക്റ്റ് അല്ല ആ സാധനം ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ അത് ഉപയോഗിക്കുന്നത് ശരിക്കും കുറച്ചുകൂടെ കുറഞ്ഞ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നവർ. HF ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ്. അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു കാലത്ത്, അതായത് സോവിയറ്റ് യൂണിയൻ മറ്റേ USSR ആയിരുന്ന കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ ഭയങ്കര ഒരു യുദ്ധസാധ്യതകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഈ US ഏതെങ്കിലും കാരണവശാൽ റഷ്യയിലേക്ക് ഈ മിസൈലുകൾ അയക്കുമോ, അതായത് ഈ ICBM പോലെയുള്ള വലിയ മിസൈലുകളുണ്ടല്ലോ, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ. അപ്പോൾ ഈ ICBM പോലെയുള്ള സാധനം അന്ന് അമേരിക്കയ്ക്കുണ്ട്, റഷ്യയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അമേരിക്കയിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ റഷ്യയിലേക്ക് വരുമോ എന്നുള്ള അവരുടെ ഒരു ഭയം മൂലം ആണ് അവർ ആ സാധനം ഒന്ന് വികസിപ്പിച്ചത്. അതിൻ്റെ ആൻറ്റിനയ്ക്കൊക്കെ ശേഷം
1 കിലോമീറ്റർ വലിപ്പമുണ്ട്. അത്രയും വലിയ ആൻറ്റിന വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വലിയ പവർ, അതായത് ഈ 5000 കിലോമീറ്റർ ദൂരേക്ക് പോകുന്ന ഈ പവർ ഇവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ഞാൻ പറഞ്ഞല്ലോ ഈ ലോ ഫ്രീക്വൻസിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ആൻറ്റിനയുടെ വലിപ്പം കൂടുന്നത്. ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ വലിപ്പം കുറഞ്ഞ ആൻറ്റിന മതി, പക്ഷേ അന്നേരം ഇത്രയും കവറേജ് കിട്ടില്ല. മാത്രമല്ല ഇത് ഡയറക്റ്റ് അല്ല അവർ വിടുന്നത്, അവരിത് അന്തരീക്ഷത്തിൽ കൂടെ ആകാശത്തോട്ട് പോയിട്ട് അവിടെയുള്ള ലെയറുകളിൽ അടിച്ചതിന് ശേഷം ഇത് തിരിച്ച് താഴേക്ക് വന്നിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യിക്കുന്നത്. എന്നാലും നമുക്ക് ഇവിടുന്ന് ഇപ്പം ഡൽഹി ഒന്ന് നേരെ നോക്കി ഇവിടുന്ന് കാണാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഡയറക്റ്റായിട്ട് ഇത് സിഗ്നൽ അയക്കാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ ആകാശത്തിലേക്ക് പോയതിന് ശേഷം അവിടുന്ന് റിട്ടേൺ വന്നിട്ട് അങ്ങനെയുള്ള അത് ഈ ഒരു വലിയ റഡാറുകൾ മാത്രമേ അങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഡയറക്റ്റ് തന്നെയാണ്, നേരെ നമ്മൾ ടോർച്ച് അടിക്കുന്ന പോലെ നേരെ തന്നെ അതിനകത്ത് സംഭവം പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു സാധനം റഷ്യയിലുണ്ട്. അത് ഏറ്റവും വലുത് ഇപ്പോൾ നിലവിലുള്ളതിൽ അത് ഏറ്റവും വലുത് ഈ റഷ്യയിലെയാണെന്നാണ് എനിക്ക് അറിയാനായിട്ട് പറ്റുന്ന സംഭവം. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ ICBM അമേരിക്കയിൽ നിന്ന് പൊങ്ങുവാണെങ്കിൽ എയർലി നേരത്തെ തന്നെ അവർക്കിത് പൊങ്ങി എന്നുള്ള അറിയണം. അപ്പോൾ അത്രയും നേരത്തെ ഇവർ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇവർക്ക് തിരിച്ചൊന്നെങ്കിൽ അറ്റാക്ക് ചെയ്യാനോ, അന്നത്തെ കാലഘട്ടത്തിൽ അതിനെ നശിപ്പിക്കാൻ, ഈ ICBM നശിപ്പിക്കാൻ ഇപ്പോഴാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. അമേരിക്കയ്ക്കുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമേരിക്ക അത് എന്തുകൊണ്ടാണ് സെറ്റപ്പാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മറ്റേ കിങ് ജോൺ ഉൻ ഉണ്ടല്ലോ, മറ്റേ ഉത്തര കൊറിയയുടെ ഭരണാധികാരി, പുള്ളിക്കാരനൊരു പ്രത്യേക ടൈപ്പാണ്, നിങ്ങൾക്ക് അറിയാവില്ല. അപ്പോൾ പുള്ളിയുടെ അറ്റാക്കിന് പുള്ളിക്ക് ICBM ഉണ്ടെന്നാണ് പറഞ്ഞത്. പുള്ളി കടലിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സാധനം ഉണ്ടെന്ന് ഒരിക്കലും പുള്ളിക്കാരനൊരു അത്ര ഒരു നമുക്കറിയാമല്ലോ അങ്ങനത്തെ ടീം ആയതുകൊണ്ട് പുള്ളി ഇത് പ്രയോഗിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇതിനെ തടയാനുള്ള ഒരു സംവിധാനം, അതിന് GMD എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമുണ്ട് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് നമുക്കത് ഇങ്ങനെ ന്യൂസുകളാണ് ശരിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചെണ്ണം, ഒത്തിരി എണ്ണം ഒരുമിച്ച് വന്നാലും പറ്റത്തില്ല, കുറച്ചെണ്ണമൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ തടയാനായിട്ട് പറ്റും. അപ്പോൾ അമേരിക്കയുടെ മാത്രം ആ ഒരു സംവിധാനം ഇപ്പോൾ ശരിക്കും ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഇന്ത്യയും റഷ്യയും ചൈനയും എല്ലാവരും ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ ICBM തടയാനായിട്ടുള്ള ഈ സംവിധാനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പല രാജ്യങ്ങളും ഈ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട കേസായതുകൊണ്ട് ഇപ്പോൾ തന്നെ ചിലപ്പം പലർക്കും അതിൻ്റെ കേപ്പബിലിറ്റി കാണും, പക്ഷേ പുറത്ത് പറയത്തില്ലല്ലോ. അതാണ് അതിനകത്തുള്ളൊരു സംഭവം. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ICBM എന്ന് പറഞ്ഞ സാധനം ഇത് 5500 കിലോമീറ്റർ മുതൽ അതിനും മുകളിലേക്ക് പോകുന്ന മിസൈലുകളാണ് ഈ ICBMനകത്ത് വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യക്കും അതുണ്ട് കേട്ടോ. ഇന്ത്യയുടെ ICBM ഒക്കെ ഇപ്പോൾ തന്നെ ഏകദേശം 12,000 കിലോമീറ്ററൊക്കെ പോകും. 8,000, 7,000, 6,000 എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും 12,000 വരെയുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ICBM ഏറ്റവും ദൂരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20,000 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയിൽ എവിടെയും ഇത് എത്തിച്ചേരും. അതായത് ബോംബിങ് നടത്താനായിട്ട് ഒരു രാജ്യത്തിന് സാധിക്കും. 20,000 കിലോമീറ്ററാണ്, അതായത് 40,000 കിലോമീറ്റർ മൊത്തം ഭൂമിയുടെ ചുറ്റളവ് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി 20,000 എത്തിയാൽ എവിടെ വേണമെങ്കിലും ഒരു രാജ്യത്തിന് അറ്റാക്ക് നടത്താനായിട്ട് സാധിക്കും ഈ ICBM വെച്ചിട്ട്. ഇവൻ ശരിക്കും നേരെയല്ല അറ്റാക്ക് നടത്തുന്നത്, ഇവൻ നേരെ മുകളിലേക്ക് പോയി സ്പേസിലേക്ക് മുകളിലോട്ട് പൊങ്ങിപ്പോയതിന് ശേഷം അവിടുന്ന് കർവ് ചെയ്തിട്ട് നേരെ ഇത് ശരിക്കും ആ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വന്ന് ചാടുമ്പം മഴ പെയ്യുന്ന പോലെ നേരെ മുകളിൽ നിന്ന് വന്ന് താഴേക്ക് ചാടുന്നതായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം അങ്ങനെയാണ് ഇവൻ്റെ പ്രവർത്തനം. ഇത് മുകളിലോട്ട് പോയതിന് ശേഷം വളരെ മുകളിൽക്കൂടെ ചെന്നതിന് ശേഷമാണ് വീണ്ടും അത് താഴേക്ക് ചാടിയാണ് ഈ സംഭവം ഈ ICBM വരുന്നത്. അതാണ് സാധാരണ മിസൈലുകളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഭീകരമായ ഒരു സംഭവമാണ് ശരിക്കും. എല്ലാ രാജ്യങ്ങൾക്കും ഒന്നുമില്ല, വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സാങ്കേതികവിദ്യയുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഈ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഏറ്റവും വലിയ ആ ഒരു സംഭവം ഉണ്ടാക്കേണ്ടതായിട്ട് വന്നത്. അത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇത് അറ്റാക്ക് നടത്താതിരിക്കണം, അതിനുവേണ്ടിയാണ് ഇവർ ഇത് ഉണ്ടാക്കിയത്. കാരണം അമേരിക്കയിൽ നിന്ന് ഈ സാധനം പൊങ്ങി അപ്പം തന്നെ ഇവർക്ക് എയർലി അവർക്ക് വാണിംഗ് കിട്ടിയാൽ ഇവർക്ക് അടുത്ത നടപടി എടുക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒന്ന് ചാടുന്നതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും ഇവരുടെയിലും ഈ ICBM സാധനം ഉണ്ടല്ലോ, ഇവർക്കിത് അമേരിക്കയിലേക്ക് അങ്ങോട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ആ സെക്കൻഡിൽ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും അറ്റാക്ക് നടത്തും. അവിടെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ അങ്ങോട്ടും എന്നുള്ള ഒരു രീതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം വേണം അത് അവിടുന്ന് വിടാതെ ഇവിടുന്ന് വിടിയല്ല ഇവർ. അതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ആയിരിക്കും അവർ പക്ഷേങ്കിൽ അവരത് സെറ്റപ്പാക്കി വെച്ചത്. അതാണ് അതിൻ്റെ ഒരു കാര്യം ശരിക്കും പറയുന്നത്. ഏറ്റവും വലിയ റഡാർ ഉണ്ടാക്കപ്പെടാനുള്ള കാരണം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. റഷ്യയിൽ ഈ ഒരു വിഷയമാണ്. അന്നത്തെ ഈ വാറിൻ്റെ ഇടയ്ക്ക് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ സാധനം അതിപ്പോഴും അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ICBMകൾ എല്ലാ രാജ്യങ്ങളും വീണ്ടും വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഏറ്റവും വലുത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിലവിലുള്ളതിൽ ICBMൽ ഏറ്റവും വലുത് റഷ്യയുടെ തന്നെ കയ്യിലാണ്. 18,000 കിലോമീറ്ററാണ് അവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഭൂമി ചുറ്റി എത്താനുള്ള കപ്പാസിറ്റി റഷ്യയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. അത് ഏകദേശം കൺഫേംഡ് ആണ് ഈ 18,000 എന്നുള്ളത്. പക്ഷേ ചൈന പറയുന്നുണ്ട് 20,000 കിലോമീറ്ററിൻ്റെ അവരയിലുണ്ടെന്നുള്ളത്. അത് കൺഫേം അല്ല, കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. പിന്നെ USA കയ്യിലുള്ള അമേരിക്കയുടെ കയ്യിലിരിക്കുന്നത് 16,000 കിലോമീറ്ററിൻ്റെതാണ്. അത് കൺഫേംഡ് ആണ്. പക്ഷേ ഇവരൊക്കെ കൺഫേം ചെയ്ത് പറഞ്ഞാൽ ഇതിനേക്കഴിഞ്ഞും കൂടുതലുള്ളത് വേണമെങ്കിലും ഇവർക്കൊക്കെ ചെയ്യാനായിട്ട് വരും. പിന്നെ ഇന്ത്യയുടെ കയ്യിൽ ഈ സാധനം ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ 12,000
ഏകദേശം കിലോമീറ്റർ പോകുന്ന സാധനം നമുക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺഫേം പറയത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു സാങ്കേതികവിദ്യ ഇന്ത്യക്ക് ഇത്രയും സെറ്റപ്പായിട്ട് ലോകരാജ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളോടൊപ്പം തന്നെ നിൽക്കത്തക്ക രീതിയിൽ ഇന്ത്യയുടെ വരാനുള്ളൊരു കാരണം വെച്ചാൽ നമ്മൾ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളും കാര്യങ്ങളും റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ വളരെയധികം മുന്നോട്ട് പോയി മറ്റ് രാജ്യങ്ങളെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് ഈ ICBM എന്ന് പറഞ്ഞാൽ ശരിക്കും റോക്കറ്റിനകത്ത് തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കുന്ന ഒരു സംഭവം ശരിക്കും ഇത്. അതുകൊണ്ട് റോക്കറ്റ് സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ICBM വളരെ ഈസി ആയിട്ട് തന്നെ വികസിപ്പിച്ചെടുക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. റോക്കറ്റിന് തന്നെ ഒരു കുറച്ച് മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഈ സാധനം. അപ്പം ഈ റഡാർ സിഗ്നലുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ റഡാർ സിഗ്നലുകൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പം യുദ്ധത്തിനൊക്കെ ആണെങ്കിൽ അവർ പ്ലെയിനുകളൊക്കെ ആണെങ്കിൽ ആകാശത്തൂടെ പോകുന്നുണ്ടെങ്കിൽ അതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ചെറിയ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും വസ്തു അവിടെ മൂവ് ചെയ്താൽ അറിയാൻ മാത്രമുള്ള കപ്പാസിറ്റിയുള്ള രീതിയിൽ ചെയ്തിരിക്കുന്ന ചെറിയൊരു മൊഡ്യൂളാണിത്. പക്ഷേ മറ്റേ ഈ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ റഡാറുകളിൽ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു വസ്തുവാണെങ്കിൽ പ്ലെയിനോ അല്ലെങ്കിൽ ഒരു മിസൈലോ എന്തെങ്കിലും ഒരു അന്തരീക്ഷത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് തരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര സ്പീഡിലാണ് പോകുന്നത്, എവിടെ നിന്നാണത് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഇത് എത്ര സമയത്തിൽ നമ്മുടെ അടുത്താണെങ്കിൽ വന്നു ചേരും, ഇതിൻ്റെ സ്പീഡ് എത്രയാണ്, ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്, വലിപ്പം എത്രയാണ്, എല്ലാം ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടും അതിന് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിനെ പിടിക്കണമെങ്കിൽ എവിടെ നമ്മളൊരു റോക്കറ്റ് വിടുവാണെങ്കിൽ അത് ഏത് സ്പീഡിൽ എങ്ങോട്ട് ഏത് രീതി ഏത് ദിശയിൽ വിട്ട് കഴിഞ്ഞാൽ അവനെ പിടിക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള എല്ലാ കാൽക്കുലേഷനും ആ സെക്കൻഡുകൾക്കുള്ളിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ മിസൈലുകളെ പിടിക്കാൻ വേണ്ടി വേറെ മിസൈൽ വിടുന്ന സംവിധാനം, താഡ് സിസ്റ്റം, അതേപോലെ തന്നെ ഈ അയൺ ഡോം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള ഈ റഡാർ വെച്ചിട്ട് ഇത് നോക്കിയതിന് ശേഷമാണ് ചെന്നിട്ട് അത് അടിച്ചു കളയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കി വന്നത് നമ്മളുടെ റഡാർ അല്ലെങ്കിൽ നമ്മുടെ ഈ ചെറിയ സംഭവത്തിൻ്റെ ഇതുമായിട്ടുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം ഒന്ന് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിനകത്ത് സംഭവം വെച്ചാൽ ഇതിനങ്ങനെയുള്ള അതിൻ്റെ സ്പീഡ് അളക്കാനോ അത് ഏത് ദിശയിലാണ് പോകുന്നതെന്നോ അങ്ങനെയുള്ള അറിയാനുള്ള ഒരു സംവിധാനങ്ങളും ഒന്നുമില്ലാത്ത ഒരു മൊഡ്യൂളാണിത്. ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഒരു മോഷൻ എന്തെങ്കിലും ഉള്ള ഒരു വസ്തു കടന്നു പോയാൽ ഇത് അപ്പോൾ തന്നെ ഡിറ്റക്റ്റ് ചെയ്യും. ഇതാണെന്നൊരു ഫ്രീക്വൻസി പോകുന്നുണ്ട്, ആ മോഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രം ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കൊച്ചു സംഭവമാണിത്. അപ്പോൾ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മൊഡ്യൂളുകൾ ഇവിടെ ഉപയോഗിക്കുന്ന ശരിക്കും ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നിയമപരമായിട്ട് ഇത് അനുവദനീയമായിട്ടുള്ളൊരു സംഭവമല്ല ശരിക്കും. പക്ഷേ ഇത് വളരെ ചെറിയ റേഞ്ച് മാത്രമുള്ളത് കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ടൗൺ പ്രദേശത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഉപയോഗിക്കരുത്. കാരണം വെച്ചാൽ മറ്റ് ഫ്രീക്വൻസികളെയൊക്കെ ചെറുതായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തത്. ശരിക്കും നിയമപരമായിട്ട് നോക്കിയാൽ ഇത് പക്കാ നിയമപരമായിട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ശരിക്കും. ഇതിൻ്റെ ഉപയോഗിക്കാവുന്ന വേറെ ടൈപ്പ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. അത് എൻ്റെ അടുത്ത് ആ സാധനം ഇല്ല, അത് വാങ്ങിക്കണം. അതിന് കുറച്ച് റേറ്റ് നല്ല ഹൈ ആയിട്ട് വരും. ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ലൈസൻസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് ഫ്രീ ആയിട്ടുള്ള സംഭവമുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ വളരെ നോക്കി കണ്ടു. ഇപ്പം നമ്മളിപ്പോൾ ഒരു നമ്മുടെ നാട്ടിൻ പ്രദേശമൊക്കെയാണ്, ഉൾപ്രദേശമൊക്കെയോ വല്ല മൃഗങ്ങളൊക്കെ വരുമ്പം അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറുതായിട്ട് അവിടെ ഒന്ന് ഉപയോഗിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നും അത്രയൊന്നുമില്ല. പക്ഷേ നമ്മളിത് ഹെവി ആയിട്ട് നമ്മൾ ഈ ഇപ്പം വല്ല വാഹനങ്ങളിലൊക്കെ പോകുമ്പോഴോ ടൗണിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് നമുക്കൊരിക്കലും ഇങ്ങനത്തെ മൊഡ്യൂളുകളൊന്നും യൂസ് ചെയ്യാനോ ഉപയോഗിക്കാനോ ഒന്നും പാടില്ല ശരിക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനകത്ത് ഇങ്ങനെ ഒരു മൊഡ്യൂൾ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മൊഡ്യൂൾ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. പിന്നെ ഇതിൻ്റെ ഈ ഡിഷ് ഉണ്ടല്ലോ ഈ സംഭവം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുമ്മാ വെറുതെ നമ്മുടെ ഈ പാത്രമൊക്കെ മൂടുന്ന മൂടിയില്ലേ, അതാ സംഭവം. ഇതുണ്ടോ വായിക്ക് കാണിച്ചിട്ട് കണ്ടോ, കൈപിടി കണ്ടോ, ഇത് വെറുതെ പാത്രം മൂടുന്ന മൂടിയാണ്. അത് ഞാൻ ചുമ്മാ ഒരെണ്ണം കടയിൽ നിന്ന് ഇവിടെ ഈ അടുത്തൊരു കടയിൽ നിന്ന് ഞാൻ ചുമ്മാ ഒരെണ്ണം വാങ്ങിച്ചതാണ് ഇതിന് വേണ്ടിയിട്ട് കേട്ടോ. അല്ലാതെ ഇത് വലിയ സംഭവമൊന്നും അല്ല, ഇത് സിമ്പിളായിട്ടൊരു കാര്യമാണ്. ഇതായാലും ഈ സെൻട്രലായിട്ട് ഇതിങ്ങനെ കൊടുത്ത് ഇതിന്ന് കേബിൾ കൊടുത്തിരിക്കുകയാണ് ഇതിനകത്ത്. ഈ മൊഡ്യൂളിനകത്ത് നമുക്ക് മറ്റേ നമ്മുടെ മോഷൻ സെൻസറിനകത്ത് വന്ന അതേപോലെ തന്നെ 3 കേബിളാണ് ഇതെന്ന് വരുന്നത്. ഇത് മാറ്റിയിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇവിടെ മോഷൻ സെൻസർ വെച്ച് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് പറയും. കാരണം വെച്ചാൽ ഇതുപോലുള്ള നിയമപ്രശ്നങ്ങളൊന്നും മോഷൻ സെൻസറിന് ഒട്ടുമില്ല. അത് നമുക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാവുന്ന സാധനമാണ്. ഇവിടെ അതേപോലെ തന്നെ മോഷൻ സെൻസർ നിങ്ങൾ വെച്ചാലും മതി. അപ്പോൾ അതിനുശേഷം ഈ കേബിൾ വന്നിട്ട് ഇതിനകത്ത് പവർ സപ്ലൈ നമ്മൾ 12 വോൾട്ട് ബാറ്ററി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സംഭവം ഇതൊരു മോട്ടോറാണ്. ഇതുണ്ട്, ഇത് ചെറുതായിട്ട് കറങ്ങുന്നൊരു മോട്ടറാണ്. ഇതിന് ഗിയർ മോട്ടോർ എന്ന് പറയും. അപ്പോൾ ഒരു ഗിയർ മോട്ടോർ കൊടുത്തിരിക്കുകയാണ്. ഈ മോട്ടോറിന് മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ലൈറ്റ്, ഈ ടോർച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് ടോർച്ച് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതുണ്ട്, ഇതേപോലെയുള്ള ടോർച്ചുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈ ആയിട്ടുള്ള പ്രകാശം കിട്ടുമായിരുന്നു. ഇതിപ്പം ഇതിന് വലിയ പവർഫുള്ളായിട്ടുള്ളൊരു സംഭവമല്ല. ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ മ്യൂസിക് ഉണ്ടല്ലോ, ഇതിനകത്ത് കേൾക്കുന്ന സ്വരം ഉണ്ടല്ലോ. ഇപ്പോൾ മൃഗങ്ങളെ ഓടിക്കണമെങ്കിൽ നമുക്കൊരു സൗണ്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കും ഇതിനകത്ത് തന്നെ ഇൻറ്റേർണലായിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്തത്.
ഇത് നമുക്ക് നമ്മുടെ ഈ സൈക്കിളുകളുടെയൊക്കെ ഹെഡ്ലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം. നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അറിയാമായിരിക്കും, പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇഷ്ടംപോലെ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പം സൈക്കിളുകളുടെ ഹെഡ്ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്കുള്ള കണക്ഷൻ നമ്മളിവിടെ ഇത് കറങ്ങുമ്പോൾ ഇത് വിട്ടുപോയിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബ്രഷ് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ടോ. ഇതുണ്ട്, ഇവിടെ ഒരു ബ്രഷ് ഇട്ടിട്ട് നമ്മളത് കൃത്യമായിട്ടും ഇതിലേക്ക് ജോയിൻറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു കേബിൾ ഇട്ട് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കറങ്ങുന്ന സമയത്ത്, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണക്ഷൻ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ എല്ലാം അത് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്, ഇത് റിലേക്കാകുന്നിടത്തൊരു പീസായത്. ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത്രയും സംഭവമാണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് ഇതുണ്ട്, ഇതിനകത്തൊരു പൈപ്പിനകത്ത് ഈ മോട്ടർ ഉണ്ടോ, ഇതിങ്ങനെ ഒരു പൈപ്പിനകത്തേക്ക് ഈ മോട്ടർ ഇങ്ങനെ ചുമ്മാ കേട്ടോ ഇങ്ങനെ ഇറക്കി ചുമ്മാ ഇട്ടിട്ടുള്ളൂ. അത് ഒന്ന് ഒട്ടിച്ചാൽ മതി വേണമെങ്കിൽ. പിന്നെ നിങ്ങളിങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടാക്കി നിങ്ങൾ വെക്കുകയാണെന്ന് വരികിൽ ഇതിന് മുകളിൽ എന്തെങ്കിലും ഒരു മൂടി പോലെ എന്തെങ്കിലും സംഭവം വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇത് മഴ നനഞ്ഞ് കഴിയുമ്പോൾ പ്രശ്നം വരും. അതിൽ ഇതിനും ഒരു പ്ലാസ്റ്റിക് കവറിങ് എന്തെങ്കിലും കൊടുത്തിട്ട് ഇതിൻ്റെ ഈ സംഭവം മൂടി വെക്കണം. ഇതൊന്ന് മൂടി വെക്കണം ശരിക്കും. പിന്നെ ഇതിന് മുകളിൽ നമ്മൾ ഷീറ്റായിട്ട് കൊടുക്കുന്ന സാധനത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പാനൽ, ചെറിയൊരു സോളാറിൻ്റെ ഒരു പാനൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ചാർജ് കൊണ്ട് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സംവിധാനം കൂടെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ തോട്ടത്തിനകത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കറണ്ടൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പം ആ പാനലിൽ നിന്ന് ഈ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വരികിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടും ഇതിൻ്റെ പ്രവർത്തനം നടത്താനുള്ള ഒത്തിരി പ്രവർത്തനം ആവശ്യം വരുന്നില്ല. മൃഗങ്ങൾ എന്തായാലും വന്നാൽ ആ സമയത്ത് മാത്രമല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ചാർജ് ചെറിയൊരു കൊച്ചു പാനൽ വെച്ച് കഴിഞ്ഞാൽ അതേ നിങ്ങൾക്കിത് കിട്ടുകയും ചെയ്യും. അപ്പം ഇത്രയും സംഭവങ്ങൾ അതിനകത്തുള്ളത്. അപ്പം ഇതെന്നുള്ള ഈ സിഗ്നൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടോ ഇതുപോലെ ഇത് കറങ്ങണം. അതാണ് സംഭവം. ഇതിനകത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നൽ ഇതിനകത്ത് വരുന്ന സമയത്ത് മാത്രമേ ഈ സാധനം കറങ്ങത്തുള്ളൂ. ആ മൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സാധനം ഒന്ന് കറങ്ങിയിട്ട് നിന്നു. അപ്പം മൃഗങ്ങളിപ്പോൾ അവിടുന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മൃഗങ്ങൾ പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൈ ഇവിടെ വന്നുകൊണ്ടാണ് ഇത് കറങ്ങിയത്. അപ്പം ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു കുറ്റി പോലെ ഒരു സംവിധാനത്തെ വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ മ്യൂസിക്കിൻ്റെ സ്വരം നമുക്ക് ഇതിനകത്ത് പല സ്വരങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഇതിൻ്റെ അത് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനകത്ത് ഈ മ്യൂസിക് അങ്ങനെ ഒരു സംഭവമാണ് അതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് ഞാനത് കുറച്ച് ദിവസം ഞാനൊന്ന് ജസ്റ്റ് ഞാൻ നോക്കിയതാണ് ഓടിച്ച്. സംഭവം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി ഒരെണ്ണം ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതിൻ്റെ മോഷൻ നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നിൽക്കും. അപ്പം മൃഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിലെങ്കിലും മൃഗങ്ങൾ ഓടി നടക്കുവാണെങ്കിൽ ഇത് നിൽക്കത്തില്ല, ഇതെപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മൃഗം ഏതെങ്കിലും കാരണവശാൽ ഈ ഓടിപ്പോകാതെ അവിടെ അനങ്ങാൻ നിൽക്കുവാണെങ്കിൽ ഇതും വർക്ക് ചെയ്യാതിരിക്കും. പക്ഷേ ഇതിപ്പം നമുക്ക് ഇതിൻ്റെ മ്യൂസിക് കുറച്ച് സമയം ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ ഒന്നപ്പോൾ കണ്ടത് ഇതിൻ്റെ അടിക്കുന്നത്. അപ്പോൾ അത് സെൻസ് ചെയ്യുന്ന അന്നേരമാണ്. കണ്ടോ, കൈ എന്നാൽ അപ്പോൾ തന്നെ അത് ഓണാകും. ഇതിപ്പം ഇങ്ങനെ ഒരു സംഭവം നമ്മളിത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടോർച്ചിൻ്റെ ഞാൻ പറഞ്ഞില്ല പവർ വേണേൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൂട്ടാം. പിന്നെ ഈ ടോർച്ച് തെളിഞ്ഞ് നമ്മൾ ചുമ്മാ സാധാരണ ഇതിലൊരു ടോർച്ച് തെളിക്കുന്നതുകൊണ്ട് കല്ല് ടോർച്ച് ഇങ്ങനെ കറങ്ങി തെളിയും. പിന്നെ ഇതിനകത്ത് ഈ മ്യൂസിക്കും കൂടെ കേട്ട് കഴിയുമ്പം ഇപ്പോൾ കാട്ടുമൃഗങ്ങൾ കാട്ടുപന്നിയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആനയാണെങ്കിൽ പോലും ഇതൊരു മനുഷ്യന്മാരാരെങ്കിലും അവിടെ വന്നിട്ടുണ്ടെന്നുള്ള ഒരു തോന്നൽ ഇതിന് ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം മനുഷ്യരെ കൂടുതലും പേടിയാണ്. മനുഷ്യൻ്റെ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ ഇവർ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് കറങ്ങുന്ന രീതി. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് ഇതിന് മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടെങ്കിലല്ലേ മൃഗങ്ങൾ ഓടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കറങ്ങുന്ന രീതി കൂടി ഇത് സെറ്റപ്പ് ആക്കിയത്. വെറുതെ ലൈറ്റ് വേണമെങ്കിൽ മിന്നുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെക്കാം. പക്ഷേ അതൊക്കെ ഇഷ്ടംപോലെ മൃഗങ്ങൾ കണ്ടിട്ടുണ്ടാകും സാറിന് ഇതിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നതാകുമ്പം ശരിക്കും നമ്മൾ കൈ കൊണ്ട് നമ്മളൊരു ലൈറ്റ് അടിച്ച് നോക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതി വരും. അപ്പം മൃഗങ്ങൾക്ക് കൂടുതലും ഒരു മനുഷ്യൻ്റെ സ്വാധീനം അവിടെ ഉള്ളതായിട്ട്, അവിടെ ആളുകളുള്ളതായിട്ടുള്ളൊരു സാധ്യത തോന്നുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് അടുത്ത് ചെല്ലുമ്പോഴേ ഇത് അടിക്കുള്ളൂ. കാരണം വെച്ചാൽ അതിന് ഒത്തിരി റേഞ്ച് കൂടുതലല്ലോ. അപ്പോൾ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു കാട്ടുപന്നിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിൻ്റെ ഈ മ്യൂസിക് ഓണായിട്ട് ഇതിങ്ങനെ കറങ്ങുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് വേണമെങ്കിൽ താത്തിയും പൊക്കയും കൊടുക്കാൻ കേട്ടോ. താഴ്ത്താത്തിയും താഴോട്ട് നമുക്കിപ്പം താഴെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ കൃഷിയിടത്തോട്ട് വരത്തക്ക രീതിയിൽ താത്തി വെക്കാം. അപ്പോൾ അങ്ങനെ ഇത് കറങ്ങി ഇത് പതുക്കെ അടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഭയന്ന് പോകും. അങ്ങനെ ഭയന്ന് പെട്ടെന്ന് ഓടി പോയ ഒരു കാട്ടുപന്നിയാണ്. പിന്നെ ആ ഭാഗത്തേക്ക് ഒരിക്കലും അത് വരാനായിട്ട് തയ്യാറായില്ല. കാരണം അവിടെ എന്തോ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ അടുത്ത് നിന്ന് പെട്ടെന്നല്ലേ ഇത് അടിക്കുന്നത്. അപ്പം നല്ല ഒരു ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇനി പകരം നിങ്ങൾക്ക് ഫെൻസിങ് പോലുള്ള സംഭവം ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് വരുമല്ലോ.
അപ്പോൾ ഇതുപോലെയുള്ള ഒരു ചെറിയ സംഭവം ചെയ്യുവാണെങ്കിൽ ഇച്ചിരി ഉൾപ്രദേശത്തൊക്കെ ഉള്ളവർക്കോ കാട്ടിനോട് ചേർന്നൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതെനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പ്രയോജനപ്രദമാകും എന്നെനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ അടുത്ത് കാട്ടുപന്നിയോ മൃഗങ്ങളോ ആന അങ്ങനെയുള്ള സംഭവങ്ങൾ എൻ്റെ വീട്ടിൽ വരാറില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ച് എനിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. എങ്കിലും ഇത് നിങ്ങൾക്ക് ഞാനിതുണ്ടാക്കി നിങ്ങൾക്ക് കൊടുക്കുമോ അങ്ങനെ തരത്തൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സംവിധാനവും സ്ഥലവും സമയമൊന്നുമില്ല. അപ്പോൾ ഞാനിത് വേണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം. എല്ലാം കൃത്യമായിട്ട് എൻ്റെ അളവും കാര്യങ്ങളും ഇതിനകത്തുള്ള കമ്പോണൻസും ഇതിനകത്ത് ഉപയോഗിക്കുന്ന റിലേയും അങ്ങനെ സാധനങ്ങളെല്ലാം ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം വീഡിയോ ആയിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാം. ചെയ്യാനായിട്ട് പ്ലാൻ ഒന്നും വരില്ല. നമുക്കിത് പ്രൊഡക്റ്റായിട്ട് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ അങ്ങനെയുള്ളതൊന്നും പറ്റത്തില്ല. ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരെണ്ണം ചെയ്തേക്കാം എന്ന് കരുതി ഞാനിങ്ങനെ വെറുതെ സമയം കിട്ടിയപ്പോൾ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ ടോർച്ച് പവർ കൂടിയത് ഇതുപോലുള്ള ടോർച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ മുകളിലുള്ള ഈ സംഭവം കുറേ പവറുള്ള സാധനം വെച്ചിട്ട് 12 വോൾട്ട് ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായ വെട്ടത്തിൽ വേണമെങ്കിലും ഇത് തെളിക്കാം. ഇപ്പോൾ 50 വാട്ടോ 100 വാട്ട് വേണമെങ്കിലും ലൈറ്റ് ടോർച്ച് വേണമെങ്കിലും ഇതിൽ കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് വേണം ചെയ്യാം. പിന്നെ ഈ മോട്ടോർ കൊടുത്തിരിക്കുന്നത് മെറ്റൽ മോട്ടറാണ്. ഗിയർ മോട്ടോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും വേണമെങ്കിൽ മേടിക്കാനായിട്ട്. ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വേറെ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെറുതായിട്ട് ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.